ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോഷണം തെറ്റാണ്, കുറ്റകരമാണ്, വളരെ മോശമായൊരു പാപവുമാണ്. എന്നാൽ പോലും അനുവദിക്കപ്പെട്ടൊരു മോഷണമുണ്ട്. മക്കം ഫതഹിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു. ആ സമയത്ത് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആളുകൾ, അവരോട് നബിതങ്ങൾ ബൈഅത്ത് സ്വീകരിക്കുകയാണ്, അനുസരണ പ്രതിജ്ഞ സ്വീകരിക്കുകയാണ്. ആദ്യം പുരുഷന്മാരിൽ നിന്നുള്ള അനുസരണ പ്രതിജ്ഞ സ്വീകരിച്ചു. പുതുതായി കടന്നു വന്ന അറബി ഗോത്രങ്ങൾ, അവരുടെ എല്ലാം കൈപിടിച്ച് പ്രവാചകൻ അവരോട് ബൈഅത്ത് ചെയ്തു. അതിനുശേഷം സ്ത്രീകളോട് ബൈഅത്ത് ചെയ്യണമെന്നുള്ള ഖുർആനായത്ത് അവതരിച്ചു. യാ അയ്യുഹൻ നബി ഇദാ ജാഅക്കൽ മുഅ്മിനാതു യുബായിഉനക. സ്ത്രീകളും ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നാൽ അവരോടും ബൈഅത്ത് ചെയ്യണമെന്ന ആയത്ത് അവതരിക്കുകയും സ്ത്രീകളുടെ ബൈഅത്ത് നബി സ്വീകരിക്കുകയും ചെയ്തു. ഓരോ സ്ത്രീകളും കടന്നു വന്ന നബിയോട് ബൈഅത്ത് ചെയ്യാണ്, അനുസരണ പ്രതിജ്ഞ നടത്തുകയാണ്. അക്കൂട്ടത്തിൽ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ മുഖാവരണം ധരിച്ചിട്ടുണ്ട്, അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. പ്രജന്ന വേഷത്തിലാണ് അവർ വരുന്നത്. കാരണം അവർ തിരിച്ചറിയപ്പെടാൻ പാടില്ല, റസൂലുള്ള അവരെ അറിയരുത്. അതിനുവേണ്ടിയാണ് അവർ അങ്ങനെ വന്നിരിക്കുന്നത്. റസൂലിന്റെ അടുക്കൽ വന്നിരുന്നപ്പോൾ റസൂൽ അവരോട് ഇതിനെക്കുറിച്ച്, അനുസരണ പ്രതിജ്ഞയെക്കുറിച്ച് പറഞ്ഞു. 5ഓളം കാര്യങ്ങളാണ് അവർ ഏറ്റെടുത്ത് അനുസരണ പ്രതിജ്ഞ ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, നബിയെ, പുരുഷന്മാരോട് പറയാത്ത ചില കാര്യങ്ങളാണല്ലോ ഞങ്ങളോട് പറയുന്നത്, ഏതായാലും ഞാൻ അതനുസരിക്കാൻ തയ്യാറാണ്. പ്രവാചകൻ അവരോട് പറഞ്ഞു, ആദ്യമായി നീ ശിർക്ക് ചെയ്യരുത്, ഇനി മുതൽ ശിർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരത് അംഗീകരിച്ചു. ശിർക്ക് മോശമാണ്, ശിർക്കൊണ്ടൊരു ഉപകാരം എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ശിർക്ക് ചെയ്യില്ല എന്ന് പറയുകയും പിന്നീട് അവർ വീട്ടിൽ ചെന്നിട്ട് അവർ ആരാധിച്ചിരുന്ന വിഗ്രഹത്തെ എടുത്ത് ഉടച്ചു കളയുന്നുണ്ട്. വിഗ്രഹത്തോട് പറയുന്നുണ്ട്, നിന്നെ ആരാധിച്ചിട്ട് എനിക്കൊരു ഗുണവും കിട്ടിയിട്ടില്ല, ഞാൻ ഇനി മുതൽ തൗഹീദിലാണെന്ന് പറഞ്ഞ് വിഗ്രഹം ഉടച്ചു കളയുന്നുണ്ട്. രണ്ടാമത് അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അപരാധം പറയരുത്. അപ്പോൾ അവർ പറഞ്ഞു, അപരാധം മോശമാണല്ലോ, ഞാൻ ഒരിക്കലും അപരാധം പറയില്ല എന്നവർ സമ്മതിച്ചു. പിന്നെ അവരോട് പറഞ്ഞു, കൊല നടത്തരുത്, ആരെയും കൊല്ലരുത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളല്ലല്ലോ ആളുകളെ കൊന്നത്, നിങ്ങളല്ലേ? ബദറിൽ എത്ര പേരെ നിങ്ങൾ കൊന്നു കളഞ്ഞത്? ഈ സ്ത്രീയുടെ വാപ്പ ഉത്തുബ, ഈ സ്ത്രീയുടെ പിതൃ സഹോദരൻ ഷൈബ, ഈ സ്ത്രീയുടെ സഹോദരൻ വലീദ്, ഈ സ്ത്രീയുടെ മകൻ ഹംദല, ഈ 4 പേരെ ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മുശ്രിക്കുകളുടെ ഭാഗത്തായിരുന്നു 4 പേരും. ഈ സ്ത്രീ മുശ്രിക്കായിരുന്നു. ഇവര് നബിയോട് പറയാണ്, ഞങ്ങൾ മക്കളെ വളർത്തുകയാണ് ചെയ്തത്, നിങ്ങളാണ് ബദറിൽ കൊന്നു കളഞ്ഞത് എന്ന് നബിയോട് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ കൊലപാതകം ചെയ്യില്ല. പിന്നെ അവരോട് പറഞ്ഞു, വ്യഭിചരിക്കരുത്. അപ്പൊ അവർ പറഞ്ഞു, വ്യഭിചാരം മോശമാണല്ലോ, സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിക്കുമോ എന്ന് ചോദിച്ചു. വ്യഭിചരിക്കില്ല എന്ന് സമ്മതിച്ചു. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മോഷ്ടിക്കരുത്. അടുത്ത കാര്യം അതാണ്, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവ് അബൂ സുഫിയാനാണ്. അപ്പൊ ഈ വന്ന സ്ത്രീ ഹിന്ദാണ്, അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഈ വന്നിരിക്കുന്നത്. ഇവരെയും മുഖാവരണം ധരിച്ച് വേഷപ്രജന്യായി വരാൻ കാരണം, ബദർ യുദ്ധത്തിൽ ഇവരുടെ 4 പേരെ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരമായിട്ട് ഉഹദ് യുദ്ധത്തിൽ ഈ സ്ത്രീ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ, മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ, പ്രത്യേകിച്ച് ഹംസ റളിയല്ലാഹുവിന്റെ കരള് കടിച്ചു കീറിയൊരു സ്ത്രീയാണ് ഇവർ, ഹിന്ദ്. ഹംസയുടെ മാത്രമല്ല, പല മുസ്ലിമീങ്ങളുടെയും മൃതശരീരങ്ങൾ വികൃതമാക്കുകയും ആ ശരീരഭാഗത്ത് ചെവിയും മൂക്കൊക്കെ മുറിച്ചെടുത്ത് ഒരു നൂലിൽ കോർത്തിട്ട് മാലയിട്ട പെണ്ണാണ് ഹിന്ദ്. അത്ര ക്രൂരത ചെയ്ത പെണ്ണാണിത്. അതുകൊണ്ട് നബി ഇവരെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ തിരിച്ചറിഞ്ഞാൽ കൊല്ലപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് മുഖാവരണം ധരിച്ച് വേഷപ്രജന്യായ നബിയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇവർ ഇസ്ലാം സ്വീകരിക്കാൻ വന്നതാണ്, പക്ഷെ വരുന്ന വഴിക്ക് ആളുകൾ കണ്ട കൊന്നുകളയും, കാരണം നബി കൊല്ലാൻ പറഞ്ഞിരിക്കുന്ന പെണ്ണാണ്. അപ്പൊ ഇവര് പറഞ്ഞു, ഞാൻ അബൂ സുഫിയാനാണ് എൻ്റെ ഭർത്താവ്, അദ്ദേഹം ഒരു പിശുക്കനാണ്, സാമ്പത്തികമായിട്ടുള്ള ആളാണെങ്കിലും പിശുക്കനാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങനെ അയാളുടെ സമ്പത്ത് മോഷ്ടിക്കാറുണ്ട് എന്ന് പറഞ്ഞു. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ അബൂ സുഫിയാൻ അടുത്തിരിപ്പുണ്ട്. അബൂ സുഫിയാൻ പറഞ്ഞു, നീ എന്തെല്ലാം എടുത്തിട്ടുണ്ടോ അതൊക്കെ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കാന്ന് അബൂ സുഫിയാനും പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ ഹിന്ദാണല്ലേ? നീ ഹിന്ദാണല്ലോ? അപ്പൊ നബിക്ക് മനസ്സിലായത് ഹിന്ദാണെന്ന് മനസ്സിലായത്, അതുവരെ തിരിഞ്ഞില്ല. നീ ഹിന്ദാണല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഖുദീ മാ യക്ഫീകി വ വലദകി, നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യമായത് നീ എടുത്തോ. അബൂ സുഫിയാൻ അറിയാതെ എടുത്തോളാൻ പ്രവാചകൻ അനുമതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യ മക്കൾക്കുള്ള ചെലവിന് കൊടുക്കൽ നിർബന്ധമാണല്ലോ. ആ നിർബന്ധമായ അത്രയും ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അനുവാദമില്ലാതെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ മോഷണമാണ് അനുവദിക്കപ്പെട്ട മോഷണം എന്ന് പറയുന്നത്.
സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക. അസ്സലാമു അലൈക്കും.